അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് 3ാം ക്ലാസ്സിലെ താരീഖ് ബുക്കിലെ 4ാം പാഠം തുടങ്ങാം. അപ്പോൾ നമ്മൾ 3ാം പാഠത്തിൽ എന്താ പഠിച്ചത്? നമ്മൾ പരിശുദ്ധ പരമ്പരയാണല്ലേ പഠിച്ചത്. ഓരോ പരിശുദ്ധ തലമുറകൾ അല്ലേ. ഇനി നമുക്ക് 4ാം പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് ആരെ കുറിച്ചാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ചാണ് അല്ലേ, ചെറുപ്പത്തില്. അപ്പൊ നമുക്ക് വായിക്കാം. പാഠം 4. ഹലീമ ബീവിയുടെ കൂടെ. പ്രസവിച്ച ഉടനെയുള്ള 7 ദിവസം മാതാവ് ആമിന ബീവിയും തുടർന്ന് ഏതാനും ദിവസം സുവൈബത്തുൽ അസ്ലമിയ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല കൊടുത്തു. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ച ഉടനെയുള്ള 7 ദിവസം അല്ലെ മാതാവ് അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവ് ആരാണ്? ഉമ്മ ആരാണ്? ആമിന ബീവിയാണല്ലേ. അപ്പൊ ആമിന ബീവി പ്രസവിച്ച് 7 ദിവസം ഉടനെയുള്ള 7 ദിവസം എന്ത് ചെയ്തു? ആമിന ബീവി കുട്ടിക്ക് പാലെടുത്തു അല്ലേ. പിന്നെയോ ബനു സഅദ് ഗോത്രക്കാരിയായ ഹലീമ ബീവിയാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുലയൂട്ടി വളർത്തിയത്. അപ്പൊ എന്താണ്? സുവൈബത്തുൽ അസ്ലമിയ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല കൊടുത്ത് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴും പിന്നെന്തായി? ബനു സഅദ് ഗോത്രക്കാരിയായ, ഏത് ഗോത്രാണ്? ബനു സഅദ് ഗോത്രക്കാരിയായ ഹലീമ ബീവിയാണെന്ത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുലയൂട്ടി വളർത്തിയത്. കുട്ടികളെ മുലയൂട്ടി വളർത്താൻ നാട്ടിൻപുറങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകളെ ഏൽപ്പിക്കൽ ഖുറൈശികളുടെ പതിവായിരുന്നു. അപ്പൊ എന്താണ്? നാട്ടിൻപുറങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകളെ കുട്ടികളെ മുലയൂട്ടി വളർത്താൻ ഏൽപ്പിക്കൽ ആരുടെ പതിവായിരുന്നു? ഖുറൈശികളുടെ പതിവായിരുന്നു. ഈ പതിവനുസരിച്ച് ഹലീമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്തു. എന്താണ്? ഈ ഖുറൈശികളുടെ ഈ ഒരു പതിവുണ്ടല്ലോ, അതനുസരിച്ച് ഹലീമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഏറ്റെടുത്തത്. സ്വന്തം മക്കളെക്കാൾ വാത്സല്യത്തോടെ പോറ്റി വളർത്തി. എന്താണ്? സ്വന്തം മക്കളെക്കാൾ വാത്സല്യം എന്താ? സ്നേഹത്തോട് അല്ലേ. അങ്ങനെ സ്വന്തം മക്കളെക്കാൾ വാത്സല്യത്തോടെ പോറ്റി വളർത്തി. ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. മുലക്കുടി നിർത്തിയതിനു ശേഷവും 2 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലീമ ബീവിയുടെ കൂടെയായിരുന്നു. എന്താണ്? മുലകൂടി നിർത്തിയതിനു ശേഷം 2 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലീമ ബീവിയുടെ കൂടെയായിരുന്നു ജീവിച്ചിരുന്നത് അല്ലേ. അടുത്ത നോക്കൂ. 4 വയസ്സ് തികഞ്ഞപ്പോൾ സ്വന്തം മാതാവിനെ തിരിച്ചേൽപ്പിച്ചു. അപ്പൊ എത്രാമത്തെ വയസ്സായപ്പോഴാണ് ആമിന ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരികെ കൊടുത്തത്? 4ാം വയസ്സിൽ അല്ലേ. അടുത്ത നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്ത ശേഷം ഹലീമ ബീവിക്ക് വലിയ നിഅമത്തുകൾ ഉണ്ടായി. എന്താണ്? നിഅമത്തുകൾ പറഞ്ഞാൽ നേട്ടങ്ങളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്തതിന് ശേഷം, മുലയൂട്ടി വളർത്താൻ ഏറ്റെടുത്തതിന് ശേഷം ഹലീമ ബീവിക്ക് വലിയ നിഅമത്തുകൾ ഉണ്ടായി. എന്തൊക്കെയാണ് നോക്കൂ. മെലിഞ്ഞൊട്ടിയ പാൽ വറ്റിയ ആടുകൾ പാലും പുഷ്ടിയും ഉള്ളതായി. എന്താണ്? മെലിഞ്ഞൊട്ടിയ പാൽ വറ്റിയ പറഞ്ഞാൽ എന്താ? പാല് കുറച്ച് തരുന്ന എല്ലും കോലായ ആടുകൾ എന്തായി? നല്ല പാലും പുഷ്ടിയുള്ളതായി. പുഷ്ടി പറഞ്ഞാൽ തടിച്ചു കൊഴുത്തു അല്ലേ. ആ എല്ലും കോലിന്ന് മാറിയാണ് കുറച്ച് നല്ല തടിക്ക് വെച്ചു അല്ലേ. പിന്നെയോ ഹലീമ ബീവിക്ക് അന്ന് മുല കുടിക്കുന്ന വമ്രത്ത് എന്ന ഒരു മകൻ ഉണ്ടായിരുന്നു. എന്താണ്? ഹലീമ ബീവിക്ക് സ്വന്തമായിട്ടൊരു മകൻ ഉണ്ടായിരുന്നു. പേരെന്താണ്? വമ്രത്ത്. ആ കുട്ടിയും എന്തായിരുന്നു? മുല കുടിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അതിനാൽ വലതുമുല മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചിരുന്നുള്ളൂ. എന്താണ്? വലതുമുല മാത്രമേ കുടിച്ചിരുന്നുള്ളൂ. ഇടതുമുല എന്ത് ചെയ്യും? വമ്രത്തിന് വേണ്ടിയിട്ട് ബാക്കി വെക്കും. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ നീതി പാലിക്കാൻ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
തോന്നിപ്പിച്ചു കൊടുത്തു. എന്നാണ് ചെറിയ കുട്ടിയായപ്പോൾ തന്നെ നീതി പാലിക്കാൻ അള്ളാഹു തആല എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തോന്നിപ്പിച്ചു കൊടുത്തു. നീതി പറഞ്ഞാ എന്താണ്? ചെറിയ കുട്ടിയായപ്പോൾ തന്നെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തോന്നിപ്പിച്ചു കൊടുത്തു. എന്ത്? നീതി പാലിക്കാൻ. നീതി പറഞ്ഞാല് എന്താ? ജസ്റ്റിസ്. അടുത്ത നോക്കൂ. ഒരിക്കൽ ലമ്രത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആട് മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 പേർ വന്നു. ഒരിക്കൽ ലമ്രത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആട് മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 പേർ വന്നു. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ലമ്രത്തും ആടിനെ മേയ്ക്കാൻ പോയി. ആടിനെ മേയ്ക്കുക പറഞ്ഞാ ആടിനെ ഇങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെ അവർ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 പേർ വന്നു. എത്ര ആൾക്കാരെ വന്നത്? 3 പേർ. ആരാ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചു പിളർത്തി. ആ 3 പേര് വന്നാണ്ട് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ച് പിളർത്തി. പിളർത്താൻ എന്താ? 2 ആക്കി അല്ലേ? ഹൃദയം പുറത്തെടുത്ത് അതിൽ നിന്ന് ഒരു രക്തക്കട്ട നീക്കിയ ശേഷം കഴുകി വൃത്തിയാക്കി യഥാസ്ഥാനത്ത് തന്നെ വെച്ച് മുറിവ് കൂട്ടി അവർ മടങ്ങിപ്പോയി. എന്താണ്? ആ ഒരു ഹൃദയത്തിൽ നിന്ന് രക്തക്കട്ട മാറ്റിയതിന് ശേഷം എന്ത് ചെയ്തു? കഴുകി വൃത്തിയാക്കി അതേ സ്ഥാനത്ത് യഥാസ്ഥാനത്ത് വെച്ച് മുറിവ് കൂട്ടി അവർ മടങ്ങി. അവർ പോയി അല്ലേ? അപ്പോ ഇങ്ങനത്തെ ഓപ്പറേഷൻ നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയാലും ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലേ? നിങ്ങൾക്ക് മനസ്സ് ശുദ്ധിയാക്കാൻ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു ഓപ്പറേഷൻ പോലത്തെ ഒരു ടൈപ്പാണല്ലേ? ഇനി നമുക്ക് നോക്കാം. നമുക്കറിയണ്ടേ ആരാണ് ഈ 3 പേര്? നമുക്ക് നോക്കാം. മനുഷ്യരൂപം പ്രാപിച്ച 3 മലക്കുകളായിരുന്നു അവർ. എന്താണ് മനുഷ്യരൂപം പ്രാപിച്ചു വന്നതാ? മനുഷ്യരൂപത്തിൽ വന്ന മലക്കുകളായിരുന്നു അവർ അല്ലേ? ഇനി നമുക്ക് തദ്രിബാത്ത് നോക്കാം. ഒന്ന് ഉത്തരം പറയാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുലയൂട്ടി വളർത്തിയത് ആര്? ഉത്തരം ഹലീമ ബീവി. 2. ഖുറൈശികളുടെ പതിവായിരുന്നു അത്. ഏതാണ്? കുട്ടികളെ മുലയൂട്ടി വളർത്താൻ നാട്ടിൻപുറങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകളെ ഏൽപ്പിക്കൽ ഖുറൈശികളുടെ പതിവായിരുന്നു. 3 പേർ വന്നു നബിയുടെ നെഞ്ചു പിളർത്തിയപ്പോൾ കൂടെയുണ്ടായിരുന്നത് ആര്? ലമ്രത്ത്. 4. ആരായിരുന്നു ആ 3 പേർ? ഉത്തരം മനുഷ്യരൂപം പ്രാപിച്ച മലക്കുകളായിരുന്നു അവർ. 5. ഹലീമ ബീവിയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചു എത്ര കാലം? 4 വർഷക്കാലം അല്ലേ? 2. പൂരിപ്പിക്കാം. 1. തുടർന്ന് ഏതാനും ദിവസം സുവൈബത്തുൽ അസ്ലമിയ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല കൊടുത്തു. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്ത ശേഷം ഹലീമ ബീവിക്ക് വലിയ നിഅമത്തുകൾ ഉണ്ടായി. 3. ഹലീമ ബീവിക്ക് അന്ന് മുല കുടിക്കുന്ന ലമ്രത്ത് എന്ന ഒരു മകൻ ഉണ്ടായിരുന്നു. 3. പൂർത്തിയാക്കാം. എന്നെ മുലയൂട്ടി വളർത്തിയത് എൻ്റെ ഉമ്മയാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ത്രീയാണ് മുലയൂട്ടി വളർത്തിയതെങ്കിൽ അവരുടെ പേര് എഴുതാം. അല്ലെങ്കിൽ ഉമ്മയാണോ മുലയൂട്ടി വളർത്തിയതെങ്കിൽ ഉമ്മ എന്ന് എഴുതാം. ഇനി നമുക്ക് സ്വലാത്ത് ചൊല്ലിയാലോ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.